ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആയിട്ട് കുറെ നേരമായി. അപ്പൊ ഇന്ന് സൺഡേ ആണ്. നമ്മുടെ കാറ്റീസ് ഒക്കെ ആരംഭിച്ചു. അങ്ങനെ പുതിയ വർഷം ആരംഭിച്ചു. സൺഡേ ആയിട്ട് സണ്ണി ഇന്ന് സൺഡേ സ്പെഷ്യലായ പോത്തിനെ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ബീഫാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. സണ്ണി ചേട്ടന് ബീഫ് പറ്റാത്ത മീൻസ് ഡയറ്റ് തുടങ്ങിയല്ലോ. അപ്പൊ അത് തന്നെ ബീഫ് പറ്റില്ല. എനിക്ക് ചിക്കൻ, നമ്മുടെ സ്വന്തം ചിക്കൻ. അപ്പൊ സ്വന്തം ചിക്കൻ വേവിക്കാൻ. എങ്ങനെ ഉണ്ടായിരുന്നു കാറ്റീസ് ക്ലാസ്? സെക്കൻഡ് 2ാം ക്ലാസ്സില് ഇഷ്ടായ? എന്നിട്ട് പഠിപ്പിച്ചെന്ന്? ഒന്നും പഠിപ്പിച്ചില്ല. ടീച്ചറിന് ഇഷ്ടായ? ഗ്രേസിന്റെ ടീച്ചറിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായെന്ന് പറഞ്ഞത്. ടീച്ചറിന് പേര് എലീസ. പക്ഷെ ഞാൻ ഓർക്കുന്നത് വേറെ ഏത് പേരാണല്ലോ. എന്നോട് വേറെ ഏത് പേരാണല്ലോ പറഞ്ഞേ. എന്തേലും ആവട്ടെ. അപ്പൊ അങ്ങനെ നമ്മുടെ പുതിയ വർഷം ആരംഭിച്ചു. നാളെ തുടങ്ങി സ്കൂളും തുടങ്ങും. പക്ഷെ എനിക്ക് പ്രാവശ്യം വെക്കേഷൻ പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി. എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് തീർന്ന പോലെ തോന്നി. ബുക്ക് പൊതിഞ്ഞിട്ടില്ല. ബുക്കൊക്കെ എപ്പോഴോ കിട്ടിയത്. പക്ഷെ ബുക്ക് പൊതിഞ്ഞിട്ടില്ല. ഇന്നാണ് ലാസ്റ്റ് ഡേയാണ് ബുക്ക് പൊതിയാൻ പോണേ. നിങ്ങളെല്ലാവരും നേരത്തെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? സ്റ്റീവൻ ഈ മാസം നമ്മള് ഇപ്പൊ നമുക്ക് അറിയിക്കട്ടെ. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് സ്റ്റീവൻ ഈ പ്രാവശ്യം ഈ മാസം നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നില്ല പ്ലേ സ്കൂളിൽ. കാരണം വെക്കേഷൻ അല്ലേ. അപ്പൊ എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നില്ല ഈ മാസമല്ല, കഴിഞ്ഞ മാസം നമ്മൾ കുറച്ച് ദിവസം വിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അപ്പൊ ഇനി നമുക്ക് കുക്കിംഗ് നല്ല ബീഫാണോ അല്ലേ? സാധാരണ ബീഫ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് സാധാരണ ബീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് വല്ല മൂജിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ ചില നേരത്ത് നമുക്ക് കറക്റ്റ് പോത്തിനെ കിട്ടും. നമുക്ക് ശരി. പക്ഷെ ഇപ്പൊ ഒരു കൊണ്ടുതന്നെ നല്ലതായിട്ടാ. നെയ്യ് നോക്കുമ്പോ അറിയാം മഞ്ഞ കളറും വെള്ള കളറും. കൊറേ പേര് എക്കോപീഡിയനെ കുറിച്ച് ചോദിക്കണ്ടെന്ന് പറഞ്ഞു കൂടി. എന്നിട്ട് എക്കോപീഡിയ ഞങ്ങളുടെ ഇവിടെ ലോക്കലി ഐറ്റംസ് ഡെലിവറി ചെയ്യുന്ന ഒരു ടീമാണ്. എനിക്കറിയാം. ഞാൻ മീനും ചിക്കനൊക്കെ ഓർഡർ ചെയ്യുമ്പോ എല്ലാവരും ചോദിക്കാറുണ്ട്. പുതിയ പുതിയ വ്യൂവേഴ്സ് ആയിരിക്കാം. അപ്പൊ അവര് സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ കൊണ്ട് ഡെലിവറി ചെയ്യും. ഇതിമത്തെ കറ പോണില്ല കേട്ടെങ്കിൽ വേറെ ആപ്രം മേടിക്കണം. അങ്ങനെയല്ല, അല്ല എന്നാലും ഇങ്ങനെ കാണുമ്പോ ഒരു വൃത്തിയേടാണെന്ന് വെച്ചിട്ടാ. ഇറച്ചി മാത്രല്ല പാത്രമൊക്കെ കഴുകും വിടും. നല്ലതല്ലേ തുണിയുടെ? കൊള്ളാം. കഴിഞ്ഞാ നുറുക്കി? പിന്നെ വാഷ് ചെയ്യട്ടെ? അതൊക്കെ ഞാൻ കഴുകി വെച്ചോളാം. ഓക്കെ ബൈ. എനിക്ക് അവിടെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിക്കാനായിട്ട് ഇൻക്യുബേറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ദേ വിരിയാറായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് അവർക്കുള്ള ബ്രൂഡിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ താറാവുകളെ പുറത്തേക്ക് അയച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ അവർ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു മെഷീൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ട്. പിന്നെ കുറച്ച് താറാവുകളെ ചോദിച്ച ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ ഇന്ന് മേടിക്കാൻ വരും. അപ്പോൾ ആ ചേട്ടൻ അതിനെ പിടിച്ച് കൊടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ അവിടെ നിന്ന് കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പോകുന്നുണ്ടായി. അപ്പം അതിന് നടാനുണ്ട്. അപ്പം അത് നടണം. അപ്പം എനിക്ക് ഇപ്പോൾ നടാം. അത് നട്ട് കഴിയുമ്പോഴേക്കും ഭക്ഷണം റെഡിയാവും. അത് കഴിയുമ്പോൾ അല്ലേട്ടനെ കൂട്ടി പോകും. അല്ലേട്ടൻ എപ്പോഴും വരും കേട്ടോ കൂടെ. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ കൂടെ വരും. കാരണം അവിടെ ആകെ കാട് പിടിച്ച് കിടക്കണ കാരണം എന്നെ ഒറ്റയ്ക്ക് കൂടെ അല്ലേട്ടന് ഭയങ്കര പേടി. നമുക്ക് ശീലമാണ്. അപ്പം എന്തായാലും ഈ ദിവസങ്ങളിൽ അവിടെ ക്ലീനിങ് ഒക്കെ നടത്തും. എനിക്കവിടെ എന്തെങ്കിലുമൊക്കെ നടയും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് കുറച്ച്. പിന്നെ കൂടുന്ന എക്സ്റ്റെൻഡ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഈ ദിവസങ്ങളിൽ ക്ലീനിങ്ങും പരിപാടികളൊക്കെ വന്നുണ്ട്. അല്ലേ മിഡു? മിഡുവിന് സഹായിക്കുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ വരാൻ പറ്റണില്ല. അപ്പം അങ്ങനെ നമ്മുടെ ബീഫ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി കൂടി ഒന്ന് വറ്റിയാൽ മാത്രം മതി. അപ്പോൾ ഇതേ സന്നിധാനമുള്ള ചപ്പാത്തി നമ്മുടെ പാക്കറ്റ് ചപ്പാത്തിയാണ് കേട്ടോ. അത്
ഒന്ന് ചൂടാക്കി റെഡിയാക്കി എടുക്കാണ്. ബീഫ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ചേച്ചി അവിടെ മുകളിൽ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേച്ചി കപ്പ പിന്നെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കൊണ്ട് ചേച്ചിയും ചേട്ടനും അവരെല്ലാവരും താഴത്തേക്ക് വരും. എന്നിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് ഒരുമിച്ച് ഇരുന്ന് കഴിക്കാം എന്നാണ് നമ്മുടെ പ്ലാനിങ്. അപ്പൊ അങ്ങനെ അതേ ഉച്ചക്കത്തെ ഭക്ഷണത്തിന്റെ സമയമായി. റൈസ് സൂപ്പാണ് ഗ്രേസ് കുടിക്കണതെന്ന് പറയണേ. ഇന്നത്തെ ഐറ്റംസ് പാവയ്ക്ക, മോരുകറി, മരക്കിഴങ്ങ്, ബീഫ്, ചോറ്, വെള്ളം എല്ലാ ഐറ്റംസ് ആണ്. ഞാൻ മാത്രം ചപ്പാത്തിയും ചിക്കനും. ഹെൽത്തി ഫുഡ്. ദിസ് ഈസ് കോൾഡ് വുഡ് കിഴങ്ങ്. രണ്ട് കള്ളപ്പണിക്കാരെ പോണുണ്ട്. എന്തോരം നേരായി പോന്നിട്ട് സംസാരിച്ചിട്ട് വിടണ്ടേ? ആ വേഗം വന്നിട്ടേ നീ പള്ളിയിൽ പോണ്ടതാ. 4:30 ഞാനിവിടെ ഉണ്ടാവും. ഇപ്പൊ 2:40. ഓക്കെ എന്തെല്ലാം പണിയുടെ വർക്ക് ഇവിടെ മിനിറ്റ്. അപ്പൊ അങ്ങനെ കള്ളപ്പണിക്കാർ യാത്ര ചെയ്യുകയാണ്. അഞ്ചോ അവിടെ കൂട്ടിട്ട് ഇവിടുന്ന് അഞ്ചോ ബൈ ബൈ. അങ്ങനെ വീട്ടിലൊക്കെ പോയി വീട്ടിലത്തെ കോഴിക്കോട്ടിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്ന് ഇതേ ഞങ്ങൾ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പള്ളിയിലേക്ക് അറിയില്ല, നല്ല മഴക്കാരുണ്ട്. അപ്പോൾ ഇന്നാണ് അളിയന്മാർ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പള്ളിയിലത്തെ കുർബാന കഴിഞ്ഞ് വീട്ടിൽ പോയി അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നേക്കണ്ട പഴുക്കരയ്ക്ക് മിടുവിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഇനി ഞങ്ങളെല്ലാവരും കൂടി ഇവിടുന്ന് പോകാൻ പോവാണ്. എല്ലാവരും വണ്ടി കയറിക്കോ. അപ്പോൾ അങ്ങനെ നമ്മളിത് എയർപോർട്ടിലെത്തി. അളിയന്മാരൊക്കെ പോവാണ്. അപ്പോൾ ഹാപ്പി ജേണി. ടാറ്റ ടാറ്റ. ഓക്കെ. അപ്പം അങ്ങനെ എയർപോർട്ടിൽ നിന്ന് സണ്ണചേട്ടൻ എത്തി. ചേട്ടന് വീട്ടിൽ നിൽക്കായിരുന്നു. ഭക്ഷണം കഴിച്ചാ? ഒരു മിനിറ്റ്. ഞാൻ വെളുത്ത് തുടുത്തല്ലേ എന്നെ കാണുന്നില്ല. ഇല്ല ചേട്ടൻ പല്ല് മാത്രം, പല്ല് പോലും കാണുന്നില്ല ഇരുട്ടത്ത്. കൊച്ചിനെ പിടിക്കും.